ഹായ് ഹലോ, നമുക്കൊരു സ്ക്വയർ ടേബിൾ മാറ്റ് തയ്ച്ചാലോ? അതിന് വേണ്ടത് നൂല്, ക്രോഷ്യോ നീഡിൽ, സാധാ നീഡിൽ, അത് സിസേഴ്സ്. ഇനി എങ്ങനെയാണ് നമുക്ക് സ്ക്വയർ ടേബിൾ മാറ്റ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നൂലെടുക്കുക, നൂലിൽ ഒരു നോട്ടിടുക, എന്നിട്ട് അതിന് ശേഷം 7 ചെയിൻ 1 2 3 4 5 6 7 ചെയിൻ. അതിന് ശേഷം നമുക്ക് ഈ ചെയിൻ ആദ്യം തുന്നിയ ആ ചെയിനുമായിട്ട് നമുക്ക് കൂട്ടിപ്പിടിപ്പിക്കണം. അങ്ങനെ കൂട്ടിപ്പിടിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വട്ടം റൗണ്ട് കിട്ടും. ആ റൗണ്ടിലേക്ക് നമ്മൾ വീണ്ടും ഒന്നാമത്തെ റൗണ്ട് തുന്നുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് നമ്മൾ 2 ചെയിൻ ഇടുക. അതിനുശേഷം ആ റൗണ്ടിൽ 2 സിംഗിൾ ഡബിൾ ക്രോഷ്യോ ഇടുക. 1 2 അതുകഴിഞ്ഞ് 2 ചെയിൻ. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ റൗണ്ടിൽ 4 സെറ്റ് തയ്ക്കണം ഇതുപോലെ. അത് ഇപ്പം 2 ചെയിനിനെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോനായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ 1 2 3 ഡബിൾ ക്രോഷ്യോനായി. അത് കഴിയുമ്പോൾ 2 ചെയിൻ ഇടുക. വീണ്ടും 3 ഡബിൾ ക്രോഷ്യോ ഈ വട്ടത്തിനകത്ത് നമുക്ക് തുന്നിയെടുക്കണം. 1 2 3. അതിനുശേഷം വീണ്ടും 2 ചെയിന്. അതിനുശേഷം വീണ്ടും ഈ സെയിം വട്ടത്തിനകത്ത് 3 ഡബിൾ ക്രോഷ്യോ. 1 2 3. അപ്പോൾ ഞാൻ 3 സെറ്റ് തുന്നി. 1 2 3. ഒരു സെറ്റും കൂടെ നമുക്ക് തുന്നാം. 2 ചെയിൻ ഇട്ട് 1 2 3. ഇത് നമുക്ക് 4 സെറ്റ് കിട്ടി. ഇത് 4 സൈഡാണ്. നമ്മൾ ചതുരം വരുമ്പോൾ നമുക്ക് 4 സൈഡ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള 4 കോർണറാണ് ഈ ഫസ്റ്റ് റൗണ്ട്. വീണ്ടും നമ്മൾ 2 ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം തുന്നിയ ആ 2 ചെയിനുണ്ടല്ലോ, ആ ചെയിനിൻ്റെ രണ്ടാമത്തെ ചെയിനിൽ കൊണ്ടുവന്ന് ഇത് കൂട്ടിപ്പിടിപ്പിക്കണം. ഇപ്പം നമുക്കൊരു വട്ടം കിട്ടി. അതിന് ഇവിടെ ബാലൻസ് വന്നിരിക്കുന്ന ആ ചെയിൻ വലിച്ച് നമുക്ക് ഈ ഹോള് ഇത് ഫില്ല് ചെയ്യാം. ഹോള് ഇപ്പം നേരത്തെ ആ ഹോളിൽ ഇപ്പം ആ ഹോളിൽ വലിപ്പം കുറഞ്ഞു വന്നില്ല. അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ റൗണ്ട് തുന്നാം. രണ്ടാമത്തെ റൗണ്ട് തുന്നാൻ നമുക്ക് ഈ ഹോളിനകത്താണ് നമ്മൾ തുന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ 2 ചെയിൻ വന്നിട്ടുണ്ട്. ആ ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയും. ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. നീഡിൽ അതിനകത്തൂടെ കയറ്റി നൂല് വലിച്ച് ഈ നൂലിനകത്തൂടെ ഇറക്കി സ്ലിപ്പ് സ്റ്റിച്ച്. എന്നിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യോ ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് ഈ സ്പേസിനകത്ത് 2 ഡബിൾ ക്രോഷ്യോ. 1 2. അത് കഴിഞ്ഞ് 2 ചെയിന്. ഈ സെയിം സ്പേസിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യോ. 1 2 3. ഇപ്പം നമുക്ക് ഒരു കോർണർ കിട്ടി. അങ്ങനെ നമുക്ക് ഈ 3 ഹോളിനകത്തും തുന്നുമ്പോൾ നമുക്ക് മൊത്തം ടോട്ടൽ 4 കോർണർ കിട്ടും. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യോ. 1 2 3. വീണ്ടും 2 ചെയിന്. ഈ സ്പേസിൽ വരുമ്പോൾ മാത്രം നമ്മൾ 2 ചെയിൻ ഇടുക. 1
2 2 3 അങ്ങനെ ഞാൻ 2 കോർണർ തുന്നിയെടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഈ സ്പേസിൽ തുന്നണം. ഈ സ്പേസിൽ വീണ്ടും 3 ഡബിൾ ക്രോഷേ, 2 ചെയിന്, 3 ഡബിൾ ക്രോഷേ. അങ്ങനെ ഈ 2 ഇത് നമുക്ക് അങ്ങനെ ഞാനിപ്പം ബാക്കി ആ 2 സ്പേസും കൂടെ തുന്നി. ഇപ്പം ഉണ്ട് നമുക്ക് 4 കോർണർ വന്ന്. ഇപ്പോൾ ആ റൗണ്ട് ഒരു ചതുരമായി മാറിയത് കണ്ടോ. വീണ്ടും ഒരു ചെയിൻ ഇടുക. അതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ ചെയ്തതുപോലെ ആ 2 ചെയിൻ വന്നിരിക്കുന്നില്ലേ, അതിൽ ആ രണ്ടാമത്തെ ചെയിനുമായിട്ട് ഇത് കൂട്ടിപ്പിടിപ്പിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു ചതുരമായി കിട്ടി. ഇനി വീണ്ടും നമുക്ക് തയ്ക്കേണ്ടത് ഈ ഹോളിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നേരത്തെ ചെയ്തതുപോലെ ഈ 2 ചെയിൻ ഉണ്ടല്ലോ, ആ 2 ചെയിന് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1 2 പിന്നെ ഈ ഹോളിലൊരു സിംഗിൾ ക്രോഷേ കൊടുത്തിട്ട് വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് 2 ഡബിൾ ക്രോഷേ, 2 ചെയിന്, വീണ്ടും 3 ഡബിൾ ക്രോഷേ. ആ സെയിം സ്പേസിൽ തന്നെ നമ്മൾ തുന്നണം. 3 ഡബിൾ ക്രോഷേ. ഇപ്പോൾ നമുക്ക് കോർണർ കിട്ടി. പിന്നെ നമ്മൾ ഇവിടെ ഒരു ചെയിൻ നമ്മൾ ഇട്ടില്ലേ, ആ ചെയിനകത്ത് നമ്മൾ 3 ഡബിൾ ക്രോഷേ തുന്നുക. 1 2 3. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു ചെയിൻ ഇട്ടിട്ട് ഈ രണ്ടാമത്തെ കോർണർ ഉണ്ടല്ലോ, ആ കോർണറിലേക്ക് നമ്മൾ വീണ്ടും 3 ഡബിൾ ക്രോഷേ, 2 ചെയിന്, 3 ഡബിൾ ക്രോഷേ. അങ്ങനെ തുന്നി 4 കോർണർ വരുന്നിടത്ത് നമ്മൾ അങ്ങനെ 3 ഡബിൾ ക്രോഷേ, 2 ചെയിന്, 3 ഡബിൾ ക്രോഷേ, 2 ചെയിന് അങ്ങനെ തുന്നണം. അങ്ങനെ നമുക്ക് അങ്ങനെ ഞാനിവിടെ 3ാമത്തെ റൗണ്ട് പൂർത്തിയാക്കി. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 2ാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൂട്ടിപ്പിടിപ്പിച്ചു. അങ്ങനെ വീണ്ടും ഈ 2 ചെയിനുണ്ടല്ലോ, ആ 2 ചെയിനിലും കൂടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ കോർണറിൽ കൊണ്ടുവരിക. ഈ കോർണറിൽ കൊണ്ടുവന്ന് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തു. ഈ സെയിം പ്രൊസീജിയർ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. അതായത് ഈ കോർണർ എവിടെയൊക്കെ കോർണർ വരുന്ന ഈ 4 കോർണറിലും 3 ഡബിൾ ക്രോഷേ, 2 ചെയിന്, 3 ഡബിൾ ക്രോഷേ. എവിടെയാണോ നമ്മൾ ഒരു ചെയിൻ ഇട്ടിരിക്കുന്നത് ആ ചെയിനിൻ്റെ അവിടെ 3 ഡബിൾ ക്രോഷേ മാത്രം തുന്നുക. 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിന്, 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ. പിന്നെയും ആ കോർണർ എവിടെയാണോ ആ കോർണറിൽ വരുമ്പോഴത്തേക്കും 3 ഡബിൾ ക്രോഷേ, 2 ചെയിന്, 3 ഡബിൾ ക്രോഷേ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഇപ്പം നിങ്ങൾ നോക്കിയേ, ഒരു ചതുരം നമുക്ക് കിട്ടിയില്ല. അങ്ങനെ എത്ര വലുപ്പത്തിലാണോ നമുക്ക് വേണ്ടത് അത്രയും വലുപ്പത്തിൽ നമുക്ക് ഈ പ്രൊസീജിയർ തുടർന്നുണ്ടാകും. ഞാനിപ്പോൾ ഇവിടെ 3 റൗണ്ട് ചെയ്തിട്ടുണ്ട്. 1 2 3. അങ്ങനെ എത്ര വലിപ്പമാണോ വേണ്ടത് അത്രയും റൗണ്ടിൽ നമുക്ക് ഇതേ പ്രൊസീജിയർ തുടരുക. അന്നേരം നമുക്ക് അത്രയും വലുപ്പത്തിലുള്ള ഒരു ചതുരം ചതുരത്തിലുള്ള ഒരു മാറ്റി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ 4ാമത്തെ റൗണ്ട് തുന്നുകയാണ്. ഞാൻ 3 ഡബിൾ ക്രോഷേ, 2 ചെയിന്, 3 ഡബിൾ ക്രോഷേ ഇങ്ങനെ മൊത്തം ഇപ്പം ഞാൻ അങ്ങനെ തുന്നി ഇത്രയും വലിപ്പം ഉള്ള ഒരു ചതുരം തുന്നി എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ 1 2 3 4 5 6 7 തുന്നി വന്നപ്പോഴത്തേക്കും എനിക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു ചതുരം കിട്ടി, ചതുരത്തിലുള്ള മാറ്റ് കിട്ടി. ഞാനത് ഇനിയും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഞാനിനി അത് തയ്ക്കുന്നില്ല. അപ്പം നമ്മളവിടെ ആ 3ാമത്തെ ആയതിൽ കൊണ്ടുവന്നത് കൂട്ടിപ്പിടിപ്പിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ആ ചെയിനിലേക്ക് ഈ നൂല് കടത്തി
നമ്മൾ അത് കട്ട് ചെയ്യുക. ഇച്ചിരി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് അവിടുത്തേന്ന് ഊരിപ്പോവും. അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത നൂല് നമ്മൾ അതിനകത്തുനിന്ന് വലിച്ച് പുറത്തെടുത്ത് അവിടെ കെട്ട് വീണ് കഴിയുമ്പം നമ്മളെ സാധാരണ നീഡിലിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളത് വീണ്ടും അതേ തുന്നി വെക്കുക. ഇതിന് 2 വശമുണ്ട്. ഇത് നല്ല വശവും ഇത് അഴുക്ക് വശവും. നമ്മൾ അഴുക്ക് വശം എടുത്തിട്ട് ആ അഴുക്ക് വശത്തിലേക്ക് നമ്മൾ തുന്നിയ ഇതുണ്ടല്ലോ, ആ നമ്മൾ പുറത്തോട്ട് കാണാത്ത രീതിയിൽ അതുവഴി ഇങ്ങനെ തുന്നി ആ നൂല് നമുക്കവിടെ പുറത്തോട്ട് കാണാത്ത രീതിയിൽ അവിടെ ഇത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ കെട്ടിട്ട് കഴിയുമ്പം ഈ നൂല് നമ്മൾ എന്ത് പറയുന്നത് ഊരി വരാൻ സാധ്യതയുണ്ട്. അതിനാണ് കുറച്ച് നീളത്തിൽ നമ്മൾ നൂലും ഇതാക്കിയിട്ട് മുറിച്ചിട്ട് ബാക്കി അതിലോട്ട് നമ്മളിങ്ങനെ തുന്നി വെക്കുന്നത്. ഈ തുന്നിയ ഇതുണ്ടല്ലോ, ആ തുന്നിയ ഇതിലൂടെ നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് ഇത് തുന്നി വെക്കുമ്പം പിന്നെ അത് അഴിഞ്ഞു പോകത്തില്ല. അല്ലെങ്കിൽ നമ്മളത് തുന്നി കെട്ടിട്ട് കഴിച്ച് നമ്മൾ ഇതായി കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഇച്ചിരി നീളത്തിൽ നമ്മൾ നൂല് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് സൂചിയെ കോർത്ത് ഇങ്ങനെ തുന്നിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഇവിടെയും നമ്മൾ കുറച്ച് നൂല് ബാക്കി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ നൂലും നമ്മൾ ഇതുപോലെ തന്നെ അവിടെ തുന്നി അത് ഒന്നും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നൂലിന് ഇച്ചിരി നീളം കുറവായതുകൊണ്ട് ആ സൂചിയെ നൂലൂരി പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ചെയ്താൽ മതി. ഇപ്പം ആ ഹോള് ഒന്നും കൂടെ ആ ഹോള് ഇതായി കേട്ടോ. ഇപ്പം നമുക്കവിടെ ആ ഹോളും കാണാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതുപോലെ എത്ര വലുപ്പത്തിലാണോ നമുക്ക് തുന്നേണ്ടത്, ഇപ്പം ഒരു ചെറിയൊരു സ്ക്വയർ, നമുക്കൊരു ഫ്ലവർ വേസോ ഒരു ചെറിയ ഗ്ലാസ്സോ ഒക്കെ നമുക്കിതിൻ്റെ മേളിൽ വെക്കാം. നമുക്ക് ടീപ്പോ പോലെയുള്ള ഇതിൽ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ എത്രത്തോളം നമുക്ക് ആ നീളത്തിൽ ആവശ്യമുണ്ടോ അത്രയും നീളം ഇങ്ങനെ കൂട്ടി അവിടെ ഈ കോർണർ ഇൻക്രീസ് ചെയ്ത് തയ്ച്ച് വരുമ്പോഴത്തേക്കും നമുക്കത് വലുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.